We were discussing on module 3 portions under the heading foundation. നമ്മൾ ഫൗണ്ടേഷൻ ക്ലാസിഫിക്കേഷൻ ലൈക്ക് ഷാലോ ആൻഡ് ഡീപ്പ് ജസ്റ്റ് പറഞ്ഞായിരുന്നു. പിന്നെ ബിയറിംഗ് കപ്പാസിറ്റി എന്നൊരു ടേമും പറഞ്ഞായിരുന്നു. ബിയറിംഗ് കപ്പാസിറ്റിക്ക് വിത്ത് ഡിഫറെൻറ്റ് ടേംസ് അൾട്ടിമേറ്റ്, നെറ്റ് സേഫ് ആൻഡ് ഗ്രോസ് സേഫ് ആണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ ഇക്വേഷൻസ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ബുക്കിൽ എഴുതിയിരുന്നു. ഓക്കെ, അപ്പം അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി നമ്മൾ നോട്ടേറ്റ് ചെയ്തത് സ്മോൾ സഫിക്സ് ക്യു യു ആണ്. നെറ്റ് അൾട്ടിമേറ്റ് ക്യു എൻ യു, നെറ്റ് സേഫ് ക്യു എൻ എസ് ആൻഡ് ഗ്രോസ് സേഫ് ക്യു എസ്. അതിൻ്റെ ഇക്വേഷൻസ് ക്യു യു നമുക്ക് ഡിറൈവ് ചെയ്യാൻ പോകുന്ന ഇക്വേഷനാണ്. ക്യു എൻ യു വരുമ്പോഴത്തേനും ആ കിട്ടുന്ന ക്യു യു മൈനസ് ഗാമ ഇൻറ്റു ഡി എഫ് ചെയ്യണം. ക്യു എൻ എസ് ആകുമ്പോഴത്തേനും ക്യു എൻ യു ബൈ എഫ് ഒ എസ് ചെയ്യണം. ഗ്രോസ് സേഫ് ആകുമ്പോഴത്തേക്ക് ക്യു എൻ എസ് പ്ലസ് ഗാമ ഡി എഫ്. ഓക്കെ, ആ ഗാമ എക്സ് പോലെ തോന്നും. ഇറ്റ് ഈസ് നൊട്ടേറ്റിംഗ് എസ് ഗാമ യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ. ഓക്കെ, ഡി എഫ് ഈസ് ദ ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ. ഇനിയിപ്പം ബിയറിംഗ് കപ്പാസിറ്റി ഫെയിലിയേഴ്സ് എന്നൊരു ടോപ്പിക്കിലേക്ക് വരുവാണ്. ഇന്നത്തെ മെയിൻ ടോപ്പിക്ക്. നമുക്ക് ടോട്ടലി 3 ബിയറിംഗ് കപ്പാസിറ്റി ഫെയിലിയേഴ്സ് ആണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് ABC, ജനറൽ ഷിയർ ഫെയിലിയർ, ലോക്കൽ ഷിയർ ഫെയിലിയർ ആൻഡ് പഞ്ചിങ് ഷിയർ ഫെയിലിയർ. ഓക്കെ, അപ്പോൾ ജനറൽ, ലോക്കൽ ആൻഡ് പഞ്ചിങ്. അതിൻ്റെ ഫിഗേഴ്സും കൊടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ ആ റെസ്പെക്റ്റീവ് കേസിൻ്റെ ലോഡ് സെറ്റിൽമെൻറ്റ് കർവ് വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കേസ് എടുത്തു കഴിഞ്ഞാൽ ജനറൽ ഷിയർ ഫെയിലിയർ. ഓക്കെ, അപ്പം ഇതുണ്ടാകുന്ന സോയിൽ ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൻസ് സോയിൽ അല്ലെ ഹാർഡ് സ്ട്രേറ്റ അവിടെയൊക്കെയുള്ള സോയിലിൽ ഒരു ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലോഡ് ക്യൂ അൾട്ടിമേറ്റ് അങ്ങോട്ട് വരുന്ന കേസ് ആലോചിക്കുക. ഓക്കെ, അപ്പം ആ പറഞ്ഞ ഫൗണ്ടേഷൻ്റെ വിഡ്ത്താണ് മുകളിൽ എഴുതിയിട്ട് ബി ചെയ്തിട്ട് ക്യാപിറ്റൽ ബി നോട്ട് ചെയ്തിട്ടുണ്ട്, വിഡ്ത്ത് ഓഫ് ദ ഫൗണ്ടേഷൻ. ഓക്കെ, അപ്പം നമ്മൾ ഇത്ര പറയുന്നുള്ളൂ. ജനറൽ ഷിയർ ഫെയിലിയർ കണ്ടീഷൻ ആണെങ്കിൽ ആ ഫിഗർ നോക്കി അറിയാം നമ്മുടെ ലോഡ് താഴേക്ക് വരുമ്പോഴത്തേനും ഈ പറഞ്ഞ സെറ്റിൽമെൻറ്റ് സംഭവിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ജനറൽ ഷിയർ ഫെയിലിയറിനകത്ത് ഗ്രൗണ്ട് ലെവലിൽ നിന്നും സൈഡിലേക്ക് സോയിൽ ബൾജ് ചെയ്യും. ലോഡ് താഴേക്ക് വരുമ്പോഴത്തേനും ഫൗണ്ടേഷനിലേക്ക് വരുന്ന ലോഡ് കാരണം സെറ്റിൽമെൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ പുറത്തേക്കൊരു സോയിൽ റപ്ചർ അല്ലെ പുഷിങ് ഓഫ് ദ സോയിൽ ഔട്ട്സൈഡ് ദ അല്ലെ എബോവ് ദ ഗ്രൗണ്ട് സർഫസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനെ പറയുന്നത് ഹീവ്, HEAVE, ഹീവ് ഡെവലപ്സ് അഡ്ജസൻറ്റ് ടു ദ ഫൗണ്ടേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനത്താണ് ഈ പറഞ്ഞ ജനറൽ ഷിയർ ഫെയിലിനകത്തുള്ള ഏറ്റവും സ്പെസിഫിക് ആയിട്ടുള്ള കേസ്. ഓക്കെ, അപ്പം ഹീവ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ആൻഡ് ലോഡ് സെറ്റിൽമെൻറ്റ് കർവ് വരച്ചു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ലോഡ് എത്തുമ്പോഴത്തേനും നമുക്ക് അവിടെ ഏറ്റവും മാക്സിമം സെറ്റിൽമെൻറ്റ് രീതിയിൽ നമുക്ക് അവിടെയാണ് ഫെയിൽ ആവുന്നത്. ഓക്കെ, അപ്പം ആ രീതിയിൽ നമുക്കൊരു കൃത്യം ഒരു വാല്യൂ കിട്ടും. ഈ ഒരു വാല്യൂവിലാണ് ഏറ്റവും കൂടുതൽ സെറ്റിൽമെൻറ്റ് വന്നത് ഫെയിൽ ആയത് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പം സെക്കൻഡ് കേസ് ലോക്കൽ ഷിയർ ഫെയിലിയർ. ഫസ്റ്റ് ഫിഗറിൽ നിന്ന് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്കുള്ള ഹീവിങ് കുറച്ച് കുറവാണ്, സോയിലിൻ്റെ ഹീവിങ് കുറച്ച് കുറവാണ്. ഓക്കെ, അപ്പം ഇതിനകത്ത് ഈ പറഞ്ഞ പോയിന്റാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പുറത്തേക്കുള്ള ഹീവിങ് നമ്മുടെ ജനറൽ ഷിയർ ഫെയിലിയർ കണ്ടീഷൻ പോലെ അത്രയും വരത്തില്ല. ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊരു ചെറുതായിട്ടൊരു ഡിഫറൻസേ ഉള്ളൂ. പക്ഷേ പുറത്തേക്ക് തള്ളുന്നത് വളരെ കുറവായിരിക്കും. ജസ്റ്റ് ഒരു ആ പടത്തിനകത്ത് തന്നെ ഡിഫൈൻഡ് ആണ്, ചെറിയൊരു ഈ സൈസാണ് പുറത്തേക്ക് വന്നേക്കുന്നത്. അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെ ലോഡ് സെറ്റിൽമെൻറ്റ് കർവ് വരയ്ക്കുമ്പോഴത്തേനും അതിൻ്റെ മുമ്പത്തെ പോലെ കൃത്യം ഏത് ലോഡിലാണ് ഫെയിലിയർ ഉണ്ടാകുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ജസ്റ്റ് അങ്ങ് പോവുകയാണ്, ഒരു ഗ്രാജുവൽ കർവ് വരച്ചിരിക്കുന്നത്. ഓക്കെ, കഴിഞ്ഞ ഫിഗറിനകത്ത് കറക്റ്റ് നമുക്ക് മാക്സിമം വന്നിട്ട് ഫെയിലായി എന്ന് ഉറപ്പിക്കാൻ പറ്റുന്നൊരു ടൈപ്പ് ഗ്രാഫായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, സെറ്റിൽമെൻറ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കൃത്യമായിട്ട് ഏത് ലോഡിലാണ് സെറ്റിൽമെൻറ്റ് അല്ലെങ്കിൽ ഫെയിലിയർ ഉണ്ടായെന്ന് അറിയത്തില്ല. ഓക്കെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കണ്ടീഷൻ ഒരു ജനറലിൻ്റെയും പഞ്ചിങ്ങിൻ്റെയും ഒരു ഇൻ്റർമീഡിയറ്റ് കണ്ടീഷൻ എന്ന് പറയാൻ പറ്റും വേണമെങ്കിൽ. ഓക്കെ, ഇത് ട്രാൻസ്മിഷൻ ബിറ്റ്വീൻ ജനറൽ ആൻഡ് പഞ്ചിങ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇതാണ് ഈ ടോപ്പിക്. ഈ പറഞ്ഞ സോയിൽ ഫെയിലിയർ കണ്ടീഷൻ്റെ പറയുന്നത്. അതിൻ്റെ വരാൻ ചാൻസ് ഉള്ള സോയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മീഡിയം ഡെൻസ് സ്റ്റേറ്റിലുള്ള സോയിലൊക്കെ, അതായത് മുമ്പത്തെ വെരി ഡെൻസ് ആയിരുന്നു, ഇപ്പം മീഡിയം ഡെൻസ് സോയിലിനകത്തൊക്കെ ഈ പറഞ്ഞൊരു ഷിയർ ഫെയിലിയർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ലാസ്റ്റ് കണ്ടീഷൻ ലോക്കൽ ഷിയർ ഫെയിലിയർ. ഇതുണ്ടാകാൻ ചാൻസ് ഉള്ളത് നമ്മുടെ ക്ലേ സോയിലിനകത്താണ്. ഓക്കെ, സോഫ്റ്റ് സോയിൽ ക്ലേക്കകത്താണ്. ഇതിനകത്ത് ഒരു ഹീവും ഇല്ല. ഹീവിങ് കണ്ടീഷൻ പുറത്തേക്ക് ബൾജിങ് ഓഫ് സോയിൽ ഇല്ല. പകരം
നേരെ താഴേക്ക് വെർട്ടിക്കൽ മൂവ്മെൻ്റ് എന്ന് പറയാം. വെർട്ടിക്കൽ മൂവ്മെൻറ്റ് ഓഫ് ദ ഫൂട്ടിങ് ടുവേർഡ്സ് ദ ഡൗൺ സൈഡ്. ആ രീതിയിലുള്ള മൂവ്മെൻറ്റാണ് വരുന്നത്. ഓക്കെ, ലോഡ് വരുമ്പോഴത്തേനും. ഓക്കെ, ഇതിനകത്തും ലോഡ് സെറ്റിൽമെൻറ്റ് കർവ് ഗ്രാജുവലാണ്, ഒട്ടും ഡിഫൈൻഡ് അല്ല. സെറ്റിൽമെൻറ്റ് നടക്കുന്നുണ്ട്, എവിടെ വെച്ച് ഫെയിൽ ആയെന്ന് നമുക്ക് പ്രത്യേകം വൃത്തിക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പം സിൽറ്റി സോയിലെ ക്ലേ സോയിലൊക്കെയാണ് ഈ ടൈപ്പ് ഉണ്ടാകുന്നത്. ഫെയിലിയറിൻ്റെ സർഫസ് പുറത്തേക്ക് ഹീവിങ് ഇല്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഓരോ കണ്ടീഷനിലും പറയുന്നത്. അപ്പം ഓരോ കണ്ടീഷൻ എടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ഏത് സോയിലാണ്, എന്താണ് അതിൻ്റെ സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക്സ്, പിന്നെ ഒരു ഫിഗർ വരയ്ക്കുക, ലോഡ് സെറ്റിൽമെൻറ്റ് കർവ് വരയ്ക്കുക, എക്സാമ്പിൾസ് എഴുതുക. ഇത്രയൊക്കെയാണ് ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫെയിലിയർ കണ്ടീഷൻസ് ചോദിക്കുമ്പോഴത്തേനും എഴുതണം. ഓക്കെ, അപ്പോൾ ബിയറിംഗ് കപ്പാസിറ്റി ഫെയിലിയേഴ്സ് മൂന്നാണ്: ജനറൽ, ലോക്കൽ ആൻഡ് പഞ്ചിങ്. ഓക്കെ, ഇനി നമ്മൾ ടെർസാഗീസ് ബിയറിംഗ് കപ്പാസിറ്റി തിയറിയിലേക്ക് വരാൻ പോകുന്നു. അതാണ് മെയിൻ. നമ്മൾ നേരത്തെ പറഞ്ഞു ക്യു യു ഇക്വേഷൻ നമ്മൾ ഡെറൈവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ക്യു യു കഴിഞ്ഞ് ക്യു എൻ യു എൻ എസ് ഒക്കെ നമ്മുടെ ഉണ്ട്, പക്ഷേ ക്യു യു കിട്ടിയാലേ ഉള്ളൂ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ക്യു യു അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി ഇക്വേഷനിലേക്ക് നമ്മൾ വരാൻ പോകുന്നേ ഉള്ളൂ. ബേസ്ഡ് ഓൺ ദിസ് ടെർസാഗീസ് അസംഷൻസ് ആൻഡ് തിയറിയാണ്. നമ്മൾ അസംഷൻസ് കുറേ നമ്മൾ കേട്ടതാണ്, എസ്പെഷ്യലി ബോസിനസ്ക്, റാങ്കൈൻ, കൂളംബ് ഒക്കെ നമ്മൾ ഇഷ്ടംപോലെ അസംഷൻസ് പറഞ്ഞു വരുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നെക്സ്റ്റ് സെറ്റ് ഓഫ് അസംഷൻസ് ഫ്രം ടെർസാഗി ഫോർ ബിയറിംഗ് കപ്പാസിറ്റി തിയറിക്കകത്ത് വേണ്ടി ടെർസാഗിയുടെ വക കുറച്ച് അസംഷൻസ്. ബേസ് ഓഫ് ദ ഫൂട്ടിംഗ് ഈസ് റഫ്, ഡെപ്ത് ഓഫ് ഫൂട്ടിംഗ് ഈസ് ലെസ് ദാൻ വിഡ്ത്ത്, ഷിയർ സ്ട്രെങ്ത് ഓഫ് സോയിൽ എബവ് ബേസ് ഓഫ് ഫൂട്ടിംഗ് ഈസ് നെഗ്ലെക്റ്റഡ്, ദ ലോഡ് ഓഫ് ഫൂട്ടിംഗ് ഈസ് വെർട്ടിക്കൽ ആൻഡ് യൂണിഫോം ഡിസ്ട്രിബ്യൂട്ടഡ്, soil is homogeneous and isotropic, shear strength of soil is governed by Mohr-Coulomb equation, footing has a large L/R ratio where L is the length of the footing, general shear failure is assumed to take place. ഓക്കെ, അപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് തന്നെ എഴുതാവുന്ന കാര്യങ്ങളുള്ളൂ. അടുത്ത ലാസ്റ്റ് പോയിന്റ് ആലോചിക്കുക. ജനറൽ ഷിയർ ഫെയിലിയർ ഈസ് അസ്യൂം ടു ടേക്ക് പ്ലേസ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം പറഞ്ഞ കേസാണ് മൂന്നെണ്ണം: ജനറൽ, ലോക്കൽ, പഞ്ചിങ്. അതിൽ തന്നെ ഫസ്റ്റ് കേസ് ജനറൽ. അപ്പം ടെർസാഗി തിയറി പറയുമ്പോഴത്തേനും ജനറൽ ഷിയർ ഫെയിലിയർ കണ്ടീഷൻ വെച്ചുകൊണ്ടാണ് പുള്ളിക്കാരൻ ഈ പറഞ്ഞ തിയറി പറയുന്നത്. അത്ര ആലോചിക്കുക. അപ്പോൾ ബാക്കി പോയിന്റ്സ് നമുക്ക് ഏകദേശം നമുക്ക് എഴുതാൻ പറ്റും. എസ്പെഷ്യലി നമ്മൾ വരയ്ക്കുമ്പോഴത്തേനും ശ്രദ്ധിക്കുക, നമ്മൾ ലെങ്ത് ഓഫ് ഫൂട്ടിങ് ഒരിക്കലും നമ്മുടെ ഫിഗർ കാണിക്കാറില്ല, പകരം ഡെപ്ത് ഓഫ് ഫൗണ്ടേഷനും വിഡ്ത്ത് ഓഫ് ഫൂട്ടിങ് നമ്മൾ ആദ്യം മുന്നേ വരച്ചുകൊണ്ട് പടത്തിനകത്ത് ഞാൻ പറഞ്ഞ സ്കീമാറ്റിക് അകത്ത് വരുന്നത്. അപ്പോൾ ലെങ്ത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്ന പോയിന്റ്, സെക്കൻഡ് ലാസ്റ്റ് പോയിന്റ്, ഫൂട്ടിംഗ് ഹാസ് ലാർജ് L/B റേഷ്യോ വെർ L ഈസ് ദ ലെങ്ത് ഓഫ് ഫുട്ട്. നമുക്ക് കാണാൻ പറ്റാത്തൊരു ഡയമെൻഷനാണ്. 3D ഒക്കെ വരച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് വരയ്ക്കാം, അല്ലാതെ നമ്മൾ ഡയറക്റ്റ് 2D വരയ്ക്കുമ്പോഴത്തേനും ഡെപ്ത് ഓഫ് ഫൗണ്ടേഷനും വിഡ്ത്ത് ഓഫ് ഫൂട്ടിങ് മാത്രമേ നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, പിന്നെ മോർ-കൂളംബ് ഒക്കെ നമ്മൾ ലാസ്റ്റ് സെമസ്റ്ററിൽ GT1 പഠിച്ചാണ്. ഓർമ്മയില്ലെങ്കിലും ജസ്റ്റ് എഴുതിയാൽ മതി. ഷിയർ സ്ട്രെങ്ത് വരുമ്പോഴത്തേനും മോർ-കൂളംബാണ് ഏറ്റവും കൂടുതൽ ഡിഫൈൻഡ് വരുന്ന നമുക്ക് തിയറി വരുന്നത്. സോ ഷിയർ സ്ട്രെങ്ത് വന്നു കഴിഞ്ഞാൽ മോർ-കൂളംബിനകത്ത് ഫോളോ ചെയ്യുന്നതാണ് ടെർസാഗി പറഞ്ഞത്. അപ്പം ടെർസാഗി ഈ പറഞ്ഞ ബിയറിംഗ് കപ്പാസിറ്റി ഇക്വേഷൻസ് ഡെറൈവ് ചെയ്യുമ്പോഴത്തേനും മോർ-കൂളംബ് ക്രൈറ്റീരിയ കൺസിഡർ ചെയ്തു. ഓക്കെ, ബാക്കി പോയിന്റ്സ് ഒക്കെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പം ഡയറക്റ്റ് ആ ഒരു ഫിഗറിലേക്ക് പോവാം. ഈ ഫിഗറാണ് ടെർസാഗി നമ്മുടെ പുള്ളിയുടെ ബിയറിംഗ് കപ്പാസിറ്റി ഡെറിവേഷന് വേണ്ടി വരച്ചുണ്ടാക്കിയത്. അപ്പം ഈ ഫിഗറിനകത്ത് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഡയറക്റ്റായിട്ട് നമ്മുടെ ഫൂട്ടിംഗ് ഡയമെൻഷൻസ് കൊടുത്തിട്ടുണ്ട്. ബി വിഡ്ത്ത് ഓഫ് ഫൂട്ടിംഗ് പ്രത്യേകം കാണിച്ചിട്ടുണ്ട്. ഫൂട്ടിംഗ് ആദ്യം നോക്കുക. പിന്നെ നമുക്ക് ഈ ഫൂട്ടിങ്ങിന് നേരെ താഴെ ഒരു ട്രയാങ്കിൾ പോർഷൻ ഉണ്ട്, വെഡ്ജ് പോർഷൻ. അതിനകത്ത് ക്യാപിറ്റൽ 1 എഴുതിയിട്ടുണ്ട്, 1 നോട്ട് ചെയ്തിട്ടുണ്ട്, 1. ഓക്കെ, അപ്പോൾ ആ ഒരു പോർഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ 1 കഴിഞ്ഞ് തൊട്ടിപ്പുറത്ത് 2 സെറ്റ്സ് ഓഫ് സോൺ 2 എഴുതിയിട്ടുണ്ട്, 2 സെറ്റ്സ്. പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് 2 സെറ്റ്സ് ഓഫ് സോൺ 3. അപ്പോൾ സോൺ 1, 2 ആൻഡ് 3 ആണ് നമുക്കിവിടെ സ്പെസിഫിക് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇതിൻ്റെ അസംഷൻസ് ആണ് തൊട്ട് മുമ്പേ പറഞ്ഞത്. ഇനിയിപ്പോൾ പറയാൻ പോകുന്നത് ഇതിനകത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പം ഈ ഇത്ര ആലോചിക്കുക, സോൺ 1ൻ്റെ ഒരു പോർഷൻ, സോൺ 2 2 സോൺ 3 2. ഓക്കെ, സോൺ A1ൻ്റെ ഡയമെൻഷൻസ് ഞാൻ പറയാം. ഡയമെൻഷൻസ് അല്ല, ആ ട്രയാങ്കിളിൻ്റെ നെയിമിങ് ACB ആണ് സോൺ 1. സോൺ 2 2. ഒന്നാമത്തെ സോൺ 2 വരുന്നത് AFCയും BCDയും ആണ് സോൺ 2. സോൺ 3 വരുമ്പോൾ GAFും BDEയും. ഓക്കെ, ഇത്രയൊക്കെയാണ് നമ്മുടെ സോയിലിൻ്റെ കേസിൽ പുള്ളിക്കാരൻ ബിയറിംഗ് കപ്പാസിറ്റിക്ക് പറഞ്ഞ പടത്തിനകത്ത് വരുന്ന സോൺസ്. സോൺ 1, 2 ആൻഡ് 3. അതിനകത്ത് സോൺ 2 ആൻഡ് 3 2 സെറ്റ്സ് ഉണ്ട്. ഓക്കെ, ഇനിയിപ്പം ഇതിനകത്തെ സോണിനെ പറ്റി 1-2 വാക്ക് ജസ്റ്റ് ഒന്ന് പറയാം. സോൺ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ആ പറഞ്ഞ ഫൗണ്ടേഷൻ്റെ കണ്ടിന്യൂഷൻ പോലെ ഒരു വെഡ്ജ് പോർഷനാണ് വരുന്നത്. ഓക്കെ, ഡയറക്റ്റ് ബിനീത്ത് ദ ഫൗണ്ടേഷൻ.
ഫൗണ്ടേഷൻ കഴിഞ്ഞ് ഡയറക്റ്റ് ബിനീത് വരുന്ന ഫൗണ്ടേഷൻ ഒരു പോർഷനാണ് ഈ പറഞ്ഞ വെഡ്ജ് പോർഷൻ. ആ പോർഷനിനകത്ത് അത് നമ്മൾ പറയുന്നത് വെച്ചാൽ ആ പോർഷൻ ഇറ്റ് ഈസ് റിമെയിൻസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് എക്വിലിബ്രിയം. ദാറ്റ് സോൺ 1 റിമെയിൻസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് എക്വിലിബ്രിയം ആൻഡ് ഈസ് എ പാർട്ട് ഓഫ് ഫൗണ്ടേഷൻ. നമ്മൾ വേണം പറയാം ഈസ് എ പാർട്ട് ഓഫ് ഒരു ഫൗണ്ടേഷൻ്റെ പാർട്ടായിട്ട് റോൾ പ്ലേ ചെയ്യുകയാണ്. ജസ്റ്റ് ആ രീതിയിൽ നിൽക്കുന്നു ആ ഫൗണ്ടേഷന് തൊട്ട് താഴെ. ഓക്കെ, അപ്പം അതൊരു വെഡ്ജ് ഷേപ്പാണ്. ഓക്കെ, അപ്പോൾ അത് വേറെ പുറത്തേക്ക് ലാറ്ററൽ മൂവ്മെൻ്റ് ഒന്നുമില്ല, ഡയറക്റ്റ് താഴേക്ക് മാത്രം പോവുകയാണ് ആ ഒരു പോർഷൻ. ട്രയാങ്കുലർ ആ വെഡ്ജ് സോൺ 1 മാത്രം. ഓക്കെ, ഇനിയിപ്പം സോൺ 2ലേക്ക് വരും. രണ്ട് സെറ്റ്സ് ഓഫ് സോൺ 2 ഉണ്ട്. അതിൻ്റെ പേര് സോൺ ഓഫ് റേഡിയൽ ഷിയർ എന്നാണ്. ഓക്കെ, സോൺ ഓഫ് റേഡിയൽ ഷിയർ ഈ സോൺ 2ൻ്റെ വരുന്നത് 2 എന്ന് മാത്രം 2 പോർഷൻ സോൺ ഓഫ് റേഡിയൽ ഷിയർ ആണ്. ആ സോണിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ആ സോണിൻ്റെ ഒരു സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോഗരിതമിക് സ്പൈറലാണ്. ആ ഒരു ഷേപ്പ് ശ്രദ്ധിക്കുക, ആ ഷേപ്പിനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ലോഗരിതമിക് സ്പൈറലാണ്. പിന്നെ ഒരു വരുന്ന സ്ട്രെയിറ്റ് ലൈൻ സ്റ്റാർട്ടിങ് ഫ്രം ദ ബേസ് ഓഫ് ഫൂട്ടിങ്. ആ ഫൂട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞ BD എന്ന ലൈനാണ് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ AF. BDയും AF. ഇപ്പം BDക്കകത്ത് സ്റ്റാർട്ടിങ് ഫ്രം ദ ബേസ് ഓഫ് ഫൂട്ടിങ് B സ്റ്റാർട്ട് ചെയ്ത് D തീരുന്നു, പറഞ്ഞാൽ 8 തുടങ്ങി F തീരുന്നു. ഓക്കെ, അപ്പം ഈ പറഞ്ഞ റേഡിയൽ സോണിനകത്ത് നമ്മൾ പ്രത്യേകം പറഞ്ഞ സ്ട്രെയിറ്റ് ലൈൻ പോർഷൻ സ്റ്റാർട്ടിങ് ഫ്രം ദ ബേസ് ആൻഡ് ദെൻ എ ലോഗരിതമിക് സ്പൈറൽ പൊസിഷൻ. ഓക്കെ, ഇതാണ് അതിനകത്തെ പ്രത്യേകത. ഈ പറഞ്ഞ സോണിനകത്തെ എക്സ്ട്രാ വരുന്ന 2 ടേംസ്, ലോഗരിതമിക് സ്പൈറലും പറയാം, സ്ട്രെയിറ്റ് ലൈൻ പോർഷൻ ഫ്രം ദ ബേസ് ഓഫ് ഫൂട്ടിംഗ് എന്നും പറയാം. ഇതാണ് അതിനകത്ത് വരുന്നത്. ഇനി സോൺ 3 ഇസ് എ ട്രയാങ്കുലർ സോൺ. ട്രയാങ്കുലർ സോണിനകത്ത് നമുക്ക് 2 സെറ്റ്സ് ഓഫ് ട്രയാങ്കുലർ സോൺസ് GAFഉം BEDയും. ഫിഗർ നോക്കിയാൽ മതി, കറസ്പോണ്ടിങ് അവിടുത്തെ ആംഗിൾസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് പടം വരയ്ക്കുമ്പോൾ ഇത് മൊത്തം വരയ്ക്കുക, എല്ലാ അത്യാവശ്യം വേണ്ടിയ ആംഗിൾസൊക്കെ വരച്ച് വെക്കുക. ഓക്കെ, അപ്പം ആംഗിൾസിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അങ്ങേയറ്റത്തെ 2 ആംഗിൾസ് 45 - 5/2 ആണ്. പിന്നെ അങ്ങേയറ്റത്തെ ഇങ്ങേയറ്റത്തെ ആംഗിൾസ് 45 - 5/2, 45 ഡിഗ്രി - 5/2. 5 ഈസ് ആംഗിൾ ഓഫ് ഇന്നർ ഫ്രിക്ഷൻ. ഓക്കെ, അതൊക്കെ നമുക്കറിയാം. ഓക്കെ, ഇതൊക്കെയാണ് ഈ പറഞ്ഞ ഫിഗറിനകത്ത് വരയ്ക്കാനുള്ള സംഭവം. ഓക്കെ, ജസ്റ്റ് വരയ്ക്കുക. ഇത് ചോദിച്ചു കഴിഞ്ഞാൽ വരയ്ക്കുക. ആദ്യം പറഞ്ഞ ഡെറിവേഷൻ അസംഷൻസ് എഴുതുക. പിന്നെ ഈ പറഞ്ഞ ഡിഫറെൻ്റ് ആയിട്ടുള്ള സോൺസിൻ്റെ പേര് എഴുതുക. സോൺ 1, 2, 3 വെഡ്ജ് ഷേപ്ഡാണ് സോൺ 1. സോൺ 2 സോൺ ഓഫ് റേഡിയൽ ഷിയർ. സോൺ 3 ട്രയാങ്കുലർ സോൺ. ഡിഫറെൻറ്റ് സോൺസ് ഉണ്ട്. 2 സെറ്റ്സ് ഓഫ് സോൺ 2 ആൻഡ് 2 സെറ്റ്സ് ഓഫ് സോൺ 3, 1 സെറ്റ് ഓഫ് സോൺ 1. ഇത്രയൊക്കെ എഴുതുക. പിന്നെ ഓരോ പ്രോപ്പർട്ടി വെച്ച് ഞാൻ ഇപ്പോൾ പറഞ്ഞ പ്രോപ്പർട്ടീസ് ഓരോന്നും ജസ്റ്റ് ഒന്ന് എഴുതിയേക്കുക. ഓക്കെ, അതിൻ്റെ കറസ്പോണ്ടിങ് പടം വരച്ചതിന് നമുക്ക് നേരിട്ട് എഴുതാൻ പറ്റും. ആ ഒരു 1-2 ടേംസ് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിനകത്തുമാണ് നമ്മുടെ റസാഖി നമ്മുടെ ഇക്വേഷനിലേക്ക് വന്ന ഫൈനൽ. അപ്പോൾ ഇനിയിപ്പോൾ ഡയറക്റ്റ് ഇക്വേഷൻ പറയാൻ പോവാണ്. ഓക്കെ, ഇക്വേഷൻ ഫോർ അൾട്ടിമേറ്റ് ബിയറിംഗ് കപ്പാസിറ്റി. നമ്മുടെ ഇക്വേഷൻ QU ഇക്വേഷൻ ഇച്ചിരി ലെങ്തിയാണ്. CNC പ്ലസ് ഗാമ DF/NQ പ്ലസ് 0.5 B ഗാമ N ഗാമ. എന്നിട്ട് പറയാം QU CNC പ്ലസ് ഗാമ DF/NQ പ്ലസ് 0.5 B ഗാമ N ഗാമ. ഓക്കെ, അപ്പം നമുക്ക് കുറച്ച് ടേംസ് അറിയാം, കുറച്ച് ടേംസ് അറിയാൻ പറ്റും. അറിയാവുന്ന ടേംസ് ഞാൻ പറയാം. C നമുക്കറിയാം, കോഷ്യൻ അറിയാം. ഗാമ യൂണിറ്റ് വെയിറ്റ്, DF ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ, B വിഡ്ത്ത് ഓഫ് ഫൗണ്ടേഷൻ. ഇത്രയൊക്കെ നമുക്കറിയാം. നമുക്കറിയാൻ മേലാത്ത ടേംസാണ് NC, NQ, N ഗാമ. ഓക്കെ, അതാണ് പറഞ്ഞിട്ടുണ്ട്. NC, NQ, N ഗാമ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പേര് ബിയറിംഗ് കപ്പാസിറ്റി ഫാക്ടേഴ്സ് എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ വാല്യൂ ബേസ്ഡ് ഓൺ ദ കറസ്പോണ്ടിങ് ഗിവൺ ആംഗിൾ ഓഫ് ഇന്റേണൽ ഫ്രിക്ഷൻ ആയിരിക്കും. ഓക്കെ, ആംഗിൾ ഓഫ് ഇന്റേണൽ ഫ്രിക്ഷൻ ഓരോ വാല്യൂവിനും ഓരോ കറസ്പോണ്ടിങ് NC, NQ, N ഗാമ വാല്യൂസ് കാണും. അതിൻ്റെ പേര് ബിയറിംഗ് കപ്പാസിറ്റി ഫാക്ടേഴ്സ് എന്നാണ്. ഓക്കെ, അപ്പം ഈ പറഞ്ഞ ടേം ഒന്നി ക്വസ്റ്റ്യൻ തരും, അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടിയുള്ള എന്തെങ്കിലും ഓപ്ഷൻ ക്വസ്റ്റ്യനകത്ത് കാണും. ഓക്കെ, ഒന്നി ഡയറക്ട്ലി ഗിവൺ അല്ലെങ്കിൽ ഇന്റർപോളേഷൻ മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ബേസ്ഡ് ഓൺ ദ 5 വാല്യൂ ആണ് NC, NQ, N ഗാമ വാല്യൂ മാറുന്ന വയ്ക്കുക. അപ്പോൾ ഇക്വേഷൻ കാണാൻ പഠിക്കുക. CNC പ്ലസ് ഗാമ DF/NQ പ്ലസ് 0.5 B ഗാമ N ഗാമ. അപ്പം പ്രത്യേകം ഞാൻ പറഞ്ഞു, ടെർസാഗി ഈ പറഞ്ഞ ഇക്വേഷനിലേക്ക് വന്നപ്പോഴത്തേനും പുള്ളി പറഞ്ഞ ഒരു കണ്ടീഷൻ, ലാസ്റ്റ് പോയിന്റ് ആണെന്ന് തോന്നുന്നു നമ്മുടെ അസംഷൻസിനകത്ത്, ജനറൽ ഷിയർ ഫെയിലിയർ ഇസ് കൺസിഡേർഡ്. നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ്. ഓക്കെ, അപ്പം ജനറൽ ഷിയർ ഫെയിലിയർ കൺസിഡർ ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ ഇക്വേഷൻ. അപ്പം അതിന് പകരം നമ്മൾ ലോക്കൽ ഷിയർ കേസ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇക്വേഷൻ ചെറുതായിട്ടൊന്ന് മാറും. വേറെ ഒന്നുമല്ല, നമ്മുടെ ഇക്വേഷനകത്ത് സ്റ്റാർട്ടിങ്ങിൽ 2/3 വരും, കറസ്പോണ്ടിങ് 2/3 വരും. പിന്നെ ആ വ്യത്യാസം കാണിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ബാക്കി ഇക്വേഷനകത്ത് NC ഡാഷ്, NQ ഡാഷ്, N ഗാമ ഡാഷ് എന്നൊരു ചേഞ്ച്
കാണിക്കാൻ വേണ്ടി, ഇക്വേഷൻ മാറിയെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഇട്ടെന്നേ ഉള്ളൂ. കറസ്പോണ്ടിങ് വാല്യൂസ് നമുക്ക് ക്വസ്റ്റിനെ തന്നേക്കും, അല്ലെങ്കിൽ നമുക്ക് ഇൻ്റർപ്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സ്ട്രാ വന്ന് 2/3 മാത്രം ആലോചിക്കുക, ബാക്കി ഡാഷ് ഇട്ടേക്കുന്ന കുറച്ച് വാല്യൂ വ്യത്യാസം വരും. സോ ആ വാല്യൂ ഇക്വേഷൻ മാറിയെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്താണ് ഡാഷ്. ഇത്ര ആലോചിക്കുക, 2/3 എക്സ്ട്രാ വരും ഫ്രണ്ടിൽ ഇഫ് ലോക്കൽ ഷിയർ ഫെയിലിയർ കണ്ടീഷൻ ഈസ് കൺസിഡേർഡ്. ഓക്കെ, ഒരു സ്പെഷ്യൽ കേസാണ്. ഇനി അല്ലാതെ സ്പെഷ്യൽ കേസാണ് സ്ക്വയർ ഫൂട്ടിങ്ങും സർക്കുലർ ഫൂട്ടിങ്ങും. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ കണ്ടീഷൻ റെക്ടാംഗിൾ അല്ലെങ്കിൽ സ്ട്രിപ്പ് ഫൂട്ടിനൊക്കെ നമ്മൾ ഉപയോഗിക്കാൻ പറ്റും. ഇനി സ്ക്വയർ അല്ലെങ്കിൽ സർക്കുലർ കണ്ടീഷൻ അല്ലെങ്കിൽ ഇക്വേഷൻ ചെറുതായിട്ടൊന്ന് മാറും. ഇക്വേഷനകത്ത് Q = 1.3 CNC ആവും. മുമ്പേ വെറും CNC ആയിരുന്നു ഫസ്റ്റ് കണ്ടീഷൻ ആലോചിക്കുക. മറ്റേ 1.3 CNC പ്ലസ് ബാക്കിയുള്ള ടേംസ് സെയിം, പിന്നെ ലാസ്റ്റ് 0.4 B ഗാമ N ഗാമ, മറ്റേടത്ത് 0.5 ആയിരുന്നു, ഇവിടെ 0.4 ആയി. അതേപോലെ സർക്കുലർ ആകുമ്പോഴത്തേനും 1.3 CNC, ഈ 0.4 ലാസ്റ്റ് ടേമിൽ 0.4 മാറി 0.3 ആവും. 0.3 B N ഗാമ 0.3 B ഗാമ N ഗാമ. ഓക്കെ, അപ്പോൾ 0.3 കഴിഞ്ഞ് B ടേം ആലോചിക്കുക. B സർക്കുലർ ഫൂട്ടിങ് ആകുമ്പോൾ വിഡ്ത്ത് അല്ല, പകരം ഇറ്റ് ഈസ് ദ നമ്മുടെ ഫൂട്ടിങ്ങിൻ്റെ ഡയമീറ്റർ ആണ്. ഓക്കെ, B ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ ഫൂട്ടിങ് ഇൻ കേസ് ഓഫ് സർക്കുലർ ഫൂട്ടിങ്. ഓക്കെ, സർക്കുലർ ആകുമ്പോൾ മാത്രം Bക്ക് വിഡ്ത്ത് എന്ന് വാല്യൂ വരത്തില്ല, പകരം കറസ്പോണ്ട് ഡയമീറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇക്വേഷൻസ്. ഏറ്റവും പഠിക്കേണ്ട ഇക്വേഷൻസ് 1 ഫസ്റ്റ് കണ്ടീഷൻ, പിന്നെ സ്ക്വയറും സർക്കുലറും. ഇടയ്ക്കെങ്ങാനും ലോക്കൽ ഷിയർ കൺസിഡറേഷൻ വന്നിട്ടുണ്ടെങ്കിൽ മാത്രം 2/3 ഇടുക, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും വേണ്ടി ഇക്വേഷൻ 1ഉം 3ഉം 4 ഇക്വേഷൻസിന് വേണ്ടി. ഓക്കെ, സെക്കൻഡ് കണ്ടീഷൻ സ്പെഷ്യൽ കേസാണ് ഫോർ ഷിയർ ലോക്കൽ ഷിയർ കണ്ടീഷൻ. ഫസ്റ്റ് ഇക്വേഷൻ ഈസ് ഫോർ ദ റെക്ടാംഗുലർ ഓർ സ്ട്രിപ്പ് ഫൂട്ടിങ്, ആൻഡ് തേർഡ് ആൻഡ് ഫോർത്ത് ഫോർ സ്ക്വയർ ആൻഡ് സർക്കുലർ. അപ്പോൾ ഇത്ര ഇക്വേഷൻ ഒന്ന് എഴുതി വെച്ചേക്കുക. വീഡിയോ ഒന്നുകൂടെ ഒന്ന് കേട്ട് നോക്കുക. ഓക്കെ.